അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അതായത് 7 ദിവസമായി നമ്മുടെ ഈ ഒരു ഹിദായത്ത് എന്നുള്ള ഈ ഒരു സ്റ്റോറി ഇട്ടിട്ടില്ലേ. കാരണം ഓരോ തിരക്കായിരുന്നു. എൻ്റെ ബ്രദർ വന്നു, പിന്നെ അവൻ്റെ കൂടെ ചെറിയ ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പലപ്പോഴും കഥ ഇടാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് കഥ ഇത്ര ലേറ്റ് ആയത്. പിന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റ് എഴുതിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അതിൻ്റെ ബാക്കിയില്ലേ, ബാക്കി കഥയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. നിങ്ങൾക്ക് സുഖമല്ലേ? എല്ലാവരുടെയും കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കമൻ്റ് ഇടാൻ കഴിയാത്തവരുണ്ട്, എന്നാലും കഴിയണമല്ലേ ഒരു പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹായ് എന്നുള്ളൊരു കമൻറ്റെങ്കിലും ഇട്ടത് കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നൂറയും ഷെറിനും ദിൽഷാദും അവിടെ ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ ഷെറിനാണ് അവന് കൂടുതൽ കെയർ ചെയ്യുന്നത്. ദിലുക്ക, എന്തിത് കഴിക്കാത്തത്? തീരെ കഴിക്കുന്നില്ലല്ലോ ഇക്ക. കഴിച്ചേ. മതി മതി ഷെറിൻ. എന്താ ഇക്ക? അതേ, പിന്നെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ? ഡയറ്റ് ഉണ്ടോ? ഡയറ്റ് ഇനി കുറച്ച് ഡയറ്റൊക്കെ തുടങ്ങട്ടെ. കാരണം ഡയറ്റൊന്നുമില്ല ഞാൻ പറ്റില്ലല്ലോ. ഓ പിന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും സ്പെഷ്യലായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്താ ഇപ്പം ഇതിലൊക്കെ ഇത്ര ഇത്? അതുമല്ല നമ്മൾ റിസോർട്ടൊക്കെ എടുത്ത സ്ഥിതിക്ക് ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആണല്ലോ. എന്തൊക്കെയാ ഇങ്ങനെ? പ്ലീസ് എന്താ കഴിക്ക്. എന്താ ഞാൻ വാരിത്തരണോ? ഡി എന്ന് പറഞ്ഞ് ദിൽഷാദ് അവളെ പതുക്കെ ഒന്ന് നുള്ളി. കാരണം തൊട്ടടുത്ത് ഇരിക്കുന്നത് നൂറയാണ്, തൻ്റെ ഭാര്യയാണ്. തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വേണ്ടാത്ത രീതിയിലൊന്നും പെരുമാറരുതെന്ന് അവളോട് പല വട്ടം പറഞ്ഞതാണ്. എന്നാൽ നൂറ അത് കണ്ടില്ല എന്ന് നടിച്ചു, കേട്ടില്ല എന്ന് നടിച്ചു. അവൾ അവളുടെ ഭാഗത്തേക്ക് മുഴങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവൾ താഴേക്ക് ആ ഒരു കാഴ്ച കാണുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, തൻ്റെ ഭർത്താവിൻ്റെ കാലിലേക്ക് അവൾ പതുക്കെ ചവിട്ടിക്കൊണ്ട് അതാ വെറുതെ തൊട്ട് കളിക്കുന്ന രീതിയിൽ അവളുടെ കാല് അവൻ്റെ കാലുകളിലൂടെ വെറുതെ ഉരസുന്നു. ശരിക്കും അത് കണ്ട നൂറക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഞെട്ടി. അവൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. എന്താ നൂറെന്താ എഴുന്നേറ്റത്? നിങ്ങൾ കഴിക്കേ. ഞാൻ കഴിച്ചു, എനിക്ക് മതി. എന്ന് വെച്ചാൽ കഴിക്കുവേണേ? നീ തീരെ കഴിച്ചില്ലല്ലോ. എൻ്റെ വയറ് നിറഞ്ഞു, ഞാൻ കഴിച്ചു, നിങ്ങൾ കഴിക്ക്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കഴുകി അതാ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ചേറിൻ്റെ അരികിൽ പോയിരുന്നു. പെട്ടെന്ന് അതാ ദിൽഷാദ് എഴുന്നേറ്റു. നൂറ് എണീറ്റു. ഞാൻ പോയി നോക്കട്ടെ. അവിടെ നിൽക്ക്. എന്തെത്ര ധൃതി? അല്ലെങ്കിലും പെണ്ണുങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ എത്ര കാമുകന്മാർ എത്ര സ്നേഹം തന്നിട്ടും കാര്യമില്ല. അങ്ങോട്ട് ചെല്ല്, കുന്തം കിട്ടും അവളുടെ നിന്ന് സ്നേഹം. ഷെറിൻ, ഞാൻ നിന്നോട് പലവട്ടമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നീ കൂടുതലായിട്ട് എന്നോട് കൊഞ്ചിക്കൊഴിയരുത്. കാരണം അവൾക്കത് മനസ്സിലാകും, അവളൊരു പെണ്ണല്ലേ. എൻ്റെ പൊന്ന് ദിലുക്ക, പിന്നെ എന്താ ഞാൻ വേണ്ടത്? എൻ്റെ മനസ്സിലേക്ക് കൂടിപ്പോയതാണ്. ഇനി അത് വേർപ്പെടുത്തി കളയാൻ എന്നെക്കൊണ്ടാവില്ല. എന്താ ദിലുക്ക? ഷെറിൻ, ഞാൻ വരാം. പെട്ടെന്ന് അവൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ നൂറയുടെ അരികിലേക്ക് അവൻ ചെല്ലുന്നു. പെട്ടെന്ന് ഷെറിൻ അവൻ്റെ കൈ പിടിച്ച് വലിച്ചു. ഇരിക്ക് ദിലുക്ക. ഭക്ഷണത്തിന് മുമ്പെന്ന് പിണങ്ങി പോകുന്നവരുടെ പിന്നാലെ പോകാൻ ഇക്കക്കുന്ന നാണല്ലേ? എന്ത് ദിൽഷാദ് ഇങ്ങനെ ആയിപ്പോയാൽ? സത്യം പറയാലോ, അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്തിനാ നിനക്ക് ഇങ്ങനെയൊരു ഭാര്യയെ ആവശ്യമുണ്ടോ? നീ എന്തേ പറയുന്നത്? അവൾ ഞാൻ നിക്കാഹ് കഴിച്ച എൻ്റെ ഹലാലായ ഭാര്യയാണ്. അല്ലാതെ അതൊക്കെ ആയിരിക്കാം, പക്ഷേ ഹലാലാണെങ്കിലും അല്ലെങ്കിലും സ്നേഹം ആർക്കാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ.
എൻ്റെ പൊന്നാര, എൻ്റെ ദിൽഷാദേ, ഭാര്യയുണ്ട്. പക്ഷേ ഭാര്യയേക്കാൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട്. അത് നിന്നെക്കുറിച്ച് മറക്കരുത്. മനസ്സിലായല്ലോ? ശരിക്കും അതാ ദിൽഷാദിൻ്റെ കൈകൾ അവൾ മുറുകെ പിടിച്ചു. ഷെറിൻ കൈവിട്. നൂറ, അവൾ പിണങ്ങിയിരിക്കുകയാണ് തോന്നുന്നു. ഓ പിന്നെ, എന്നാലേ ദിൽഷാദ് ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. ദിൽഷാദിനെ അവൾ അപ്പോൾ തന്നെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു. ഞാൻ പോയിക്കോളാം നൂറയുടെ അരികിലേക്ക്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. നൂറ, 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 എന്താ നൂറ ഇത്? നിങ്ങളൊക്കെ വലിയ അറിവുള്ളവരും പഠിപ്പുള്ളവരൊക്കെ അല്ലേ? പക്ഷേ ഭക്ഷണത്തിന് മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല. നൂറ, ഞാൻ കഴിച്ചല്ലോ, പിന്നെ നിങ്ങൾ രണ്ടുപേരും കഴിക്കാനുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരുമിച്ച് കഴിക്കുമ്പോഴേ അത് കഴിയുവോളം ഒപ്പം ഇരിക്കുക എന്നുള്ളത് ഒരു മര്യാദയല്ലേ? നൂറ, നിങ്ങളൊക്കെ വലിയ പഠിപ്പുള്ളവരാണ്. പഠിപ്പുള്ളവരിങ്ങനെ ചെയ്യുമ്പോഴേ എന്നാൽ ദിൽഷാദൊക്കെ പാവാണ്, നിന്നെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതാണ്. അപ്പോഴേക്കും ദിൽഷാദും അങ്ങോട്ടെത്തി. എന്താ ദിൽഷാദ്, കഴിച്ചില്ലേ നീ? പിന്നെ വൈഫ് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കാര്യമൊന്നും നോക്കാതിരിക്കാൻ പറ്റൂല കേട്ടോ. ശരിക്കും ദിൽഷാദിനെ നോക്കി അവൾ അത് പറയുന്നു. ദിൽഷാദ് ഒരു നിമിഷം അവളുടെ വിരലെടുത്ത് ചുണ്ടിൽ വെച്ചിട്ട് പറഞ്ഞു, എന്തെന്നറിയില്ല, അവർ രണ്ടുപേരും ഭയങ്കര കമ്പനി. എന്നാൽ നൂറയാകട്ടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ അവൾ പരാതിയും പരിഭവവും ഒന്നും ആരോടും പറഞ്ഞില്ല, എല്ലാം മനസ്സിൽ വെച്ചു. ആയിക്കോട്ടെ പഠിച്ചോനെ, ഇങ്ങനൊരു ജീവിതമാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒരു ഭർത്താവുണ്ട്, അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ട്, അത് മതി. അതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരൊക്കെ കയറി പറ്റിയാലും കുഴപ്പമില്ലല്ലോ, എനിക്ക് നിൻ്റെ കാരുണ്യം മതി. പാവൻ നൂറ മനസ്സിൽ വിചാരിച്ചു. കാരണം ഒരിക്കൽ പോലും വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് അതൊരിക്കലും ആലോചിക്കാൻ കൂടി പറ്റാത്തതാണ്. പിന്നെ ഒരു പ്രാവശ്യം പോയി തിരിച്ചു കൊണ്ടുവന്നതാണ് ദിൽഷാദ്ക്കാക്ക് സ്നേഹമുണ്ട് എന്നോട്. പഠിച്ചോനെ, ദിൽഷാദ്ക്കാക്ക് എന്നോട് നല്ല സ്നേഹം തോന്നിക്കണേ അല്ല, അത് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. എന്നാൽ ഈ സമയം പെട്ടെന്ന് അതാ ദിൽഷാദിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നു. ഹലോ മോനെ ദിൽഷാദേ, എന്താടാ ഒരു വിവരമില്ലല്ലോ? എന്തായാലും പോയിട്ട് അടിച്ചു പൊളിച്ചുല്ലേ? എവിടെ മോള് നൂറെവിടെ? അവിടെ ഉണ്ടുമ്മ. അല്ല, ഇനിയിപ്പോൾ അവിടെ കൂടുകയാണോ? പോരിനൊന്നുമില്ലേ? ആ ഉമ്മ പോരാം. പിന്നെ നൂറമോളെവിടെ? ഓ, എൻ്റെ കുട്ടീനെ കാണാൻ എനിക്ക് കൊതിയായിട്ടോ. എൻ്റെ കുട്ടി എന്താ ഓക്കെ ആയില്ലേ? ഓക്കെ അവിടേക്ക് എത്തിയപ്പോഴോ? ഓ, അവള് ഹാപ്പിയാണ്, ഡബിൾ ഹാപ്പിയാണ്. ഒന്ന് ഫോണ് കൊടുക്കും മോനെ, എൻ്റെ കുട്ടീൻ്റെ വർത്താനം ഞാൻ കേൾക്കട്ടെ. ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ വാക്ക്, എന്നാൽ അത് ഷെറിൻ കേൾക്കുന്നു. ഓ പിന്നെ, മകൻ ശരിക്കും നോക്കുക പോലുമില്ല, എന്നിട്ടിപ്പോൾ എന്താ സ്നേഹം മരുമകളോട്. നടക്കട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ ഷെറിൻ ദിൽഷാദിൻ്റെ മുഖത്തേക്ക് നോക്കി. മോനെ ഒന്ന് ഫോണ് കൊടുക്കടാ, നൂറിൻ്റെ അടുത്ത് ഫോണ് കൊടുക്ക്. ഉമ്മ, അവൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓ അങ്ങനെ ആണോ? എന്നാലും ഒന്ന് കൊടുത്തത്. അപ്പം നീ എവിടെയാണ്? നീ എന്താ സ്വിമ്മിംഗ് പൂളിലൊന്നും പോകുന്നില്ലേ? നീ എന്താ പുറത്തേക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്തോരും മോനെ. അവൾ ഒറ്റക്കൊന്നും വിടല്ലേ കേട്ടോ, പാവം മോളാണ്. വെള്ളം നല്ലോണം ആഴുണ്ടോ മോനെ? എൻ്റെ പൊന്നുമ്മ, ഇല്ലേ, അതൊക്കെ നമ്മളെ കഴുത്തിന് വരെയൊക്കെയുള്ളൂ. പിന്നെ നല്ല ആഴം കൂടിയ സ്ഥലമുണ്ട്, അവിടെ ഒന്നും അവൾ പോയിട്ടില്ല. ഓ, നല്ലോണം ശ്രദ്ധിക്കിട്ടോ എൻ്റെ കുട്ടിയെ. പഠിച്ചോനെ, എനിക്ക് സമാധാനമല്ല. അപ്പോൾ ഫോൺ കൊടുക്കാൻ പറ്റില്ലേ? ഇല്ല ഉമ്മ, ഞാൻ കൊടുക്കാം, ഞാൻ വെള്ളത്തിൽ നിന്ന് കയറട്ടെ എന്നിട്ട് കൊടുക്കാം കേട്ടോ. അവളുടെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ ദിൽഷാദ് അങ്ങനെ അങ്ങ് വിഷയം മാറ്റി. കാരണം ഷെറിൻ ഉമ്മ വിളിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഓ, അല്ലെങ്കിലും സ്വന്തം ഭാര്യ, എന്താണ് ഭാര്യ, സ്നേഹമില്ലാത്ത ഭാര്യയാണ്. അവളോട് അമ്മായിമാക്ക് നല്ല രീതിയിലുള്ള സ്വഭാവവും കാര്യങ്ങളാണ്. അല്ല ദിൽഷാദ്, എന്നെക്കുറിച്ച് ഉമ്മയോട് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാം, ടൂറ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് കൂടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞോളാം. കൂടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ പോരെ? ആ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദിൽഷാദിൻ്റെ വീട്ടിൽ എനിക്കൊന്ന് സ്റ്റേ ചെയ്യാലോ അല്ലേ? എനിക്കും ഉണ്ടാവില്ലേ അതിനൊക്കെ ആഗ്രഹം. ഷെറിൻ്റെ വാക്ക് കേട്ടപ്പോൾ ദിൽഷാദ് ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നാൽ എല്ലാം കേട്ട് നൂറ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇക്ക, ആ ഉമ്മ വിളിച്ചോ? അതെ, ഉമ്മ വിളിച്ചു.
ഉമ്മ എന്താ പറഞ്ഞത്? നിന്നെ ചോദിച്ചു. പോരുന്നില്ല ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. ഇക്ക, ഞാൻ ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, ആ ഫോണൊന്ന് തരുമോ ഇക്ക? അല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് റീചാർജ് ചെയ്ത് തന്നാലും മതി. എൻ്റെ പെണ്ണ്, എന്തിനാണ് അതിൻ്റെ ആവശ്യം? നിൻ്റെ ഫോണിലേക്ക് റീചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഒരുമിച്ച് നടക്കുന്ന സമയത്ത്. പെട്ടെന്ന് അതാ ഷെറിൻ അവൻ്റെ കീശയിൽ കൈയിട്ട് ആ ഫോൺ അങ്ങ് എടുത്തു. ഇങ്ങ് തന്നെ, എനിക്കൊരു കോള് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ അവൾ കോൾ ചെയ്യുന്നു. ആർക്കാണാവോ? ഒരുപാട് സമയം കുറച്ച് ദൂരേക്ക് മാറി നിന്ന് സംസാരിക്കുന്നു. എന്നാൽ ഈ സമയം ദിൽഷാദും നൂറയും ദിൽഷാദ് നൂറയുടെ അരികിലെത്തി. നൂറ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? മുഖത്ത് വല്ലാണ്ട് വിഷമമുണ്ടല്ലോ. പിന്നെ ഓള് അതങ്ങനെ കാര്യമാക്കണ്ട, അതൊരു ഓപ്പൺ മൈൻഡാ, ഉള്ളിലൊന്നുമില്ല. പക്ഷേ നല്ല സ്നേഹമാണ്, കണ്ടിട്ടില്ലേ ഓളിനോട് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നതൊക്കെ. ഒന്നുകൊണ്ടുമല്ല, ഒരു സ്നേഹം കൂടുതൽ അതെല്ലാവരോടും ഉണ്ട്, നിന്നോടും ഉണ്ടാവും. നിന്നോട് പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാതെ എണീറ്റിട്ട്? അതങ്ങനെയാണ്, അവളുടെ മനസ്സിലൊന്നുമില്ല കേട്ടോ. അതിനൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്നോടത് പറയേണ്ട അവകാശം എനിക്കില്ലേ പെണ്ണേ. നൂറ അതാ അവൻ്റെ അരികിലിരുന്നു. എന്നാൽ ദിൽഷാദ് അവളുടെ തോളിലൂടെ കൈയിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അതെ ദിലു, ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. നൂറ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവളുടെ അരികിലേക്ക് അവനെത്തി. ഓ പിന്നെ എനിക്ക് എന്തെന്നറിയില്ല, ഒരു ശ്വാസതടസ്സം പോലെ, എൻ്റെ പുറത്തൊന്ന് തട്ടിത്തരുമോ? എന്താ പെണ്ണേ ഇത്? ഓക്കെയോ? എന്തൊരു തരിപ്പിൽ കയറിയ പോലൊക്കെ തോന്നി. അല്ല, കോളിങ് കഴിഞ്ഞോ? കോളിങ് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് സമയം ഒന്ന് ഗെയിം കളിക്കട്ടെ. ഈ ഫോണിൽ നല്ല ഗെയിം ഉണ്ടല്ലേ, അടിപൊളിയായിട്ട്. ഗെയിം അതിപ്പോൾ എല്ലാവരും ഫോണിലും ഉണ്ടാവില്ലേ? നിൻ്റെ ഫോണിൽ നീ എടുക്കാത്ത? നിൻ്റെ എന്താ റീചാർജ് ചെയ്തിട്ടില്ലേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ ആൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു റീചാർജിൻ്റെ ആവശ്യമുണ്ടോ? അല്ല പെണ്ണെ, നിൻ്റെ വീട്ടുകാർ നിങ്ങൾ കോളേജ് ട്രിപ്പ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ വീട്ടുകാരെ അന്വേഷിക്കില്ല. നിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എവിടെ? അവരൊക്കെ താഴെ റിസോർട്ടിലാണേ. ഞാനിങ്ങോട്ട് വന്നതല്ലേ. എന്താ ഞാനിവിടെ നിൽക്കുന്നത് അധികപ്പറ്റായോ? അങ്ങനെയല്ല. എന്നാൽ ഈ സമയം നൂറ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നു. പെട്ടെന്നാണ് ദിൽഷാദിൻ്റെ ഫോണിലേക്ക് വീണ്ടും ബെല്ലടി വന്നത്. എന്നാൽ ഫോൺ എടുത്തത് മറ്റാരുമായിരുന്നില്ല, അത് ഷെറിനായിരുന്നു. ഹലോ, മോളാണോ? ഇത് നൂറല്ലേ? എന്നാൽ അവൾ പെട്ടെന്ന് ഹലോ, ഇത് ദിൽഷാദിൻ്റെ ഫോണല്ലേ? നോക്കട്ടെ. ബാപ്പ, നീ എന്തിനാ ഫോൺ എടുക്കാൻ നിന്നപ്പോൾ? ഹലോ ബാപ്പ. മോനെ ദിൽഷാദ്, എവിടെയെങ്കിലും ടൂറൊക്കെ പോയി എത്തിയോ? നിങ്ങൾ വിരുന്ന് പറക്കാൻ വരുമോ? ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിനൊരു സുഖമില്ലായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. എൻ്റെ കുട്ടീൻ്റെ കാര്യം ഒന്ന് നല്ല പിന്നെ വന്ന് കൊണ്ടുപോയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഓളമ്മ പറഞ്ഞ് ഓൾക്കൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അവിടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ മോളെ പിന്നെ വല്ലാതെ മോളെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടില്ല. നിങ്ങളെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ നിങ്ങളൊന്ന് വിരുന്ന് പാർക്കാൻ വരും രണ്ടാളും. കാര്യമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളൊന്ന് വന്ന് പോയിക്കോളി കേട്ടോ. ഉമ്മാക്കും വലിയൊരു താല്പര്യം, എനിക്കും തന്നെ ഇപ്പോൾ എൻ്റെ മോളുടെ അവസ്ഥ അങ്ങനെയൊക്കെ ആയിപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോലെ ആയപ്പോഴേ. ബാപ്പ, എന്തായാലും ഞങ്ങൾ വരാം. പക്ഷേ 2 ദിവസം കൂടി ചിലപ്പോൾ ഇവിടെ പിടിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ ടൂർ എവിടേക്കാണ് പോയത്? വിദേശത്തോ സ്വദേശത്തോ എവിടേക്കാണ് പോയത്? എവിടെ വെച്ചാൽ ആയിക്കോട്ടെ. എൻ്റെ മോൾക്ക് അതൊന്നും വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. മോളെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സൈലൻ്റ് ആണ് ആൾ മൊത്തത്തിൽ. അപ്പോൾ നീ ഒന്ന് റെഡിയാക്കി എടുക്കണം ബാപ്പ. അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവളെ എങ്ങനെ വെച്ചാൽ ഞാൻ റെഡിയാക്കി എടുത്തോളാം. എന്നാൽ ശരി. മോള് കുറച്ച് അപ്പുറത്താണ്. എവിടെ? ഓളെ നോക്കണം കേട്ടോ. ബാപ്പ, ഞാൻ നോക്കിക്കോളാം. ദിൽഷാദ് ഫോൺ കട്ട് ചെയ്തു. അതിനിടയിൽ അതാ ഷെറിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ഷെറിൻ്റെ വായ പൊത്തിപ്പിടിച്ചിട്ടാണ് അവൻ വർത്താനം പറഞ്ഞത്. എൻ്റെ ഷെറിൻ, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? അതെ, അവൾ കാണുന്നുണ്ട്, അവളുടെ ബാപ്പയാണ് വിളിച്ചത്. നീ ഇത്രമാത്രം എന്നെ സ്വാതന്ത്ര്യം എടുക്കാൻ എനിക്ക് പറ്റില്ല. നിന്നോട് എനിക്ക് സ്നേഹം ഇഷ്ടമില്ലായിട്ടല്ല, പക്ഷെ ലിമിറ്റ് വേണം, മനസ്സിലായല്ലോ? അല്ലെങ്കിലും എത്ര സ്നേഹം തരാത്ത ഭാര്യയോട് തന്നെ ആയിരിക്കും എത്ര കാമുകി സ്നേഹം വാരി കോരിച്ചൊരിഞ്ഞാലും നിങ്ങൾക്കിഷ്ടം ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം. അല്ല ഷെറിൻ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ ക്ഷമിക്കും. വേണ്ട, മതി പറഞ്ഞത്. അല്ലെങ്കിലും സ്നേഹം വാരിക്കോരിച്ചൊരിഞ്ഞ് എൻ്റെ ഹൃദയം വരെ പറിച്ചു തന്നാലും
ഭാര്യയോടെ ആയിരിക്കുമല്ലോ സ്നേഹം അല്ലേ? അല്ലെങ്കിൽ ഞാനെന്ത് മണ്ടിയ? എനിക്ക് തോന്നിയൊരിഷ്ടം അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാ. അല്ലാതെ വെറും ഒരു നിങ്ങളുടെ രീതിയിലുള്ള താലികെട്ടോ അല്ലെങ്കിൽ വെറും ഒരു നിക്കാഹോ അതുകൊണ്ടൊന്നും ഉണ്ടായതൊന്നല്ല. മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ആ കൂട്ടുകാരികളുടെ ഇടയിൽ എന്തെന്നറിയില്ല, അറിയാതെ ഇഷ്ടപ്പെട്ടു, ആരൊക്കെയായി മാറി. അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഷെറിൻ, നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വേണ്ടില്ല, നീ ഒരിക്കൽ പോലും നൂറയുടെ മുമ്പിൽ വെച്ച് കൂടുതലായിട്ട് ആക്ഷൻ കാണിക്കരുത്. കാരണം നൂറ എന്ന് വെച്ചാൽ അവൾ എൻ്റെ ഭാര്യയാണ്. അവളെനിക്ക് അവളുടെ കാര്യത്തിൽ ഉമ്മാക്കൊക്കെ അവളെയാണ് ഇഷ്ടം. അപ്പം എന്നെ ഇഷ്ടമല്ല എന്നായിരിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞില്ല. നീ ഫ്രണ്ടായി വന്നാൽ എൻ്റെ ഉമ്മ എന്താ ഫ്രണ്ടായി സ്വീകരിക്കും, അല്ലാതെ വേറൊന്നും. ആയിക്കോട്ടെ, ഞാൻ വെറുതെ ഓരോരുത്തരോട് സ്നേഹിക്കും. അവർക്കിഷ്ടം എന്തായാലും ഓരോ ആൾക്കാർ തന്നെയാണ്. അല്ലെങ്കിലും അർഹതയില്ലാത്തവരെ സ്നേഹിക്കാൻ പാടില്ല. ഷെറിൻ, ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും. നിനക്ക് അങ്ങനെ എന്നോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഉള്ളിൽ നിന്നോട്ടെ. അതിങ്ങനെ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കുന്നത് അത് അവൾക്ക് കൂടി ഒരു ദോഷമായി മാറും. അവൾക്ക് ടെൻഷനൊക്കെ ആവൂലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് നൂറയോട് ആദ്യം അത്ര സ്നേഹമൊന്നുമില്ലായിരുന്നു, എനിക്ക് നന്നായിട്ടറിയാം. അവളെ പല രീതിയിലും നീ പീഡിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, അതും എനിക്കറിയാം. പക്ഷെ ഇപ്പോഴെന്താ ഇത്ര മാത്രം ഒരു കൽക്കണ്ടം പോലുള്ള സ്നേഹം കാണിക്കുന്നത്? അതോ അഭിനയമാണോ? അല്ല, എനിക്ക് നൂറയോടുള്ളത് അഭിനയമൊന്നല്ല, അവൾ എൻ്റെ ഭാര്യയാണെന്നുള്ള സ്നേഹം തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടവളാണ് അവൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ കുറച്ച് കെയർ ഒന്ന് അകലം പാലിക്കുക. ഇത് കുറച്ച് ഓവറാണ്. അതായത് ഓവറാകുമ്പോൾ അവളുടെ മനസ്സ് വേദനിക്കും. പിന്നെ അവൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിലും പണക്കാരാണല്ലോ, അവളുടെ ബാപ്പാക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് സ്വർണ്ണമുണ്ട് അവൾക്ക്, എല്ലാത്തിനും അവൾ മിടുക്കിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓളെ തന്നെ ആയിരിക്കുമല്ലേ ഇഷ്ടമിക്ക? പെണ്ണെ, നമ്മുടെ ടൂറ്, പിന്നെ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ചെയിന്, അതും നീ മറക്കരുത്. അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. ഓക്കെ ഓക്കെ, കൂടെ പോന്നോട്ടെ അല്ലേ? അതെ പെണ്ണെ, കൂടെ പോന്നോട്ടെ. അവളെ വിട്ട് കളയാൻ പറ്റില്ല. പിന്നെ ബാപ്പാക്ക് കുറച്ച് സ്വത്തും മുതലും അതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു ഭാര്യയാക്കുന്നത് പ്രത്യേക പവറുണ്ട്. എൻ്റെ ഇക്ക, ഞാൻ അടി കിട്ടിട്ട് എൻ്റെ അടുത്തുനിന്ന്. എന്താ, നൂറ് എൻ്റെ ഭാര്യയാണ്, നീ കാമുകിയാണ്, രണ്ടും രണ്ടാണ് കേട്ടോ, അത് മറക്കരുത്. നല്ല റിച്ച് ആയിട്ടുള്ള ഭാര്യ ഉണ്ടായി കഴിഞ്ഞാൽ കാമുകമാർക്കും കാര്യമാണല്ലേ? അതെടി, തീർച്ചയായും. ശരിക്കും ദിൽഷാദും നൂറയും അത് പറഞ്ഞുകൊണ്ട് നൂറയുടെ അരികിലേക്ക് ചെന്നു. എന്നാൽ നൂറ അവരുടെ തമാശയും ചിരികളികളൊന്നും അവൾ ടെൻഷന് മനസ്സിലുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് കാണിച്ചില്ല. അവൾ ഷെറിനെ വിളിച്ചു. ഷെറിൻ, നൂറ, ഞാനും വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ നാട്ടിലേക്ക് ഈ പ്രാവശ്യം. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ അടിച്ചു പഠിക്കണം. നൂറ, എപ്പോഴും നീ ദിൽഷാദിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴേ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഷെറിൻ അവളെ നന്നായിട്ടൊന്ന് സോപ്പിട്ടു. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് തോന്നി, അതെ, ഇവർ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന്. പിന്നെ നൂറ, ഞാൻ അവൻ്റെ കൂടെ കുറച്ച് അമിതമായ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും തെറ്റായ രീതിയിലല്ല. അവൻ എൻ്റെ ഒരു കൂട്ടുകാരൻ മാത്രമാണ്. ഞാനൊരു ബ്രദറിൻ്റെ സ്ഥാനത്താണ് അവനെ കാണുന്നതും, അല്ലാതെ വേറെ രീതിയിലൊന്നല്ല കേട്ടോ. നീ ഒന്നും വിചാരിക്കല്ലേ? ഇല്ല ഇല്ല ഷെറിത്ത, ഞാനൊരിക്കൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. എന്തായാലും ഇന്നത്തെ സ്റ്റേ കഴിഞ്ഞാലേ നാളെ നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാം അല്ലേ? അങ്ങനെ അതാ നാളെ പോകുവാനുള്ള പുറപ്പാടുകളെല്ലാം അവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അതെ, നാളെ നൂറയുടെ വീട്ടിലേക്ക്, അതായത് ദിൽഷാദിൻ്റെയും നൂറയുടെയും വീട്ടിലേക്ക് ഷെറിൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഉമ്മയുടെ ചോദ്യം എന്തായിരിക്കും? ഉമ്മ അതിനെ സമ്മതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.